ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കില്ല, ഞാൻ നിന്നെ വരാൻ സമ്മതിക്കില്ല, ഞാൻ നിന്നെ എടുക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണല്ലേ. സോ നമുക്കിങ്ങനെ സമ്മതിക്കില്ല എന്ന് തുടങ്ങുന്ന സെൻറ്റൻസുകൾ ഇംഗ്ലീഷിലോട്ട് പറയാൻ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. വോണ്ട് ലെറ്റ്, വോണ്ട് ലെറ്റ്. ലെറ്റ് എന്ന് വെച്ചാൽ അനുവദിക്കുക എന്നാണ് കേട്ടോ. ലെറ്റ് നമ്മൾ അലൗ ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ, അലൗ, അതുപോലെ കൺസെൻ്റ് ഒക്കെ ഉപയോഗിക്കും. പക്ഷെ ഒന്നും കൂടെ സിമ്പിളായിട്ട് നമുക്ക് ലെറ്റ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ട് ഈ സെൻറ്റൻസിനെ പറയാവുന്നതാണ്. അപ്പം ലെറ്റിൻ്റെ കൂടെ നമുക്ക് ലെറ്റ് സമ്മതിക്കുക എന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് നെഗറ്റീവ് ഫോമിൽ കൊണ്ടുവരുമ്പോൾ വോണ്ട് ലെറ്റ് എന്ന് വേണം പറയാൻ. ഓക്കെ, വോണ്ട് എന്ന് വെച്ചാൽ വിൽ പ്ലസ് നോട്ടാണ് കേട്ടോ. വിൽ പ്ലസ് നോട്ടാണ് വോണ്ട് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പം ഐ വിൽ ലെറ്റ് എന്ന് വെച്ചാൽ ഞാൻ സമ്മതിക്കും എന്നാണ്. ഐ വിൽ ലെറ്റ് യു ഗോ, ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കും. ഐ വിൽ ലെറ്റ് യു ഡു, ഞാൻ നിന്നെ ചെയ്യാൻ സമ്മതിക്കും. ഐ വിൽ ലെറ്റ് യു കം, ഞാൻ നിന്നെ വരാൻ സമ്മതിക്കും എന്നാണ്. പക്ഷേ നമ്മളിവിടെ പറഞ്ഞ സെൻറ്റൻസ് എന്തായിരുന്നു? സമ്മതിക്കില്ല എന്നായിരുന്നു അല്ലേ. അപ്പോൾ സമ്മതിക്കില്ല എന്ന മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വില്ലിൻ്റെ കൂടെ നോട്ട് ചേർത്തിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ വിൽ പ്ലസ് നോട്ട് നമ്മൾ ഷോർട്ടായിട്ട് എങ്ങനെയാണ് പറയുക? വോണ്ട് എന്നാണ് പറയേണ്ടത് കേട്ടോ. വിൽ പ്ലസ് നോട്ട് വോണ്ട് എന്നാണ് പറയുന്നത്. സോ ഐ വോണ്ട് ലെറ്റ് യു ഗോ, ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കില്ല. ഐ വോണ്ട് ലെറ്റ് എന്ന് വെച്ചാൽ സമ്മതിക്കില്ല എന്നാണ് കേട്ടോ. ഐ വിൽ ലെറ്റ് എന്ന് വെച്ചാൽ സമ്മതിക്കും. ഐ വോണ്ട് ലെറ്റ് എന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ഓക്കെ, മനസ്സിലായില്ലേ? സോ ഐ വോണ്ട് ലെറ്റ് യു ഗോ, ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കില്ല. ഐ വോണ്ട് ലെറ്റ് യു കം, ഞാൻ നിന്നെ വരാൻ സമ്മതിക്കില്ല. ഐ വോണ്ട് ലെറ്റ് യു ടീച്ച്, ഞാൻ നിന്നെ പഠിപ്പിക്കാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? ഐ വോണ്ട് പ്ലസ് ലെറ്റ് പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് കേട്ടോ. ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. നമുക്ക് വേർബിൻ്റെ ഫോംസ് ഒന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് അല്ലെങ്കിൽ റൂട്ട് ഫോം ഓഫ് ദ വേർബ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷിലോട്ട് പറയാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് നോക്കാം. ഐ വോണ്ട് ലെറ്റ് യു ഡ്രൈവ്, ഞാൻ നിന്നെ ഡ്രൈവ് ചെയ്യാൻ സമ്മതിക്കില്ല. ഐ വോണ്ട് ലെറ്റ് യു ജംപ്, ഞാൻ നിന്നെ ചാടാൻ സമ്മതിക്കില്ല. ഐ വോണ്ട് ലെറ്റ് യു സിങ്, ഞാൻ നിന്നെ പാടാൻ സമ്മതിക്കില്ല. ഐ വോണ്ട് ലെറ്റ് യു ഡാൻസ്, ഞാൻ നിന്നെ ഡാൻസ് ചെയ്യാൻ സമ്മതിക്കില്ല. ഐ വോണ്ട് ലെറ്റ് യു ഈറ്റ്, ഞാൻ നിന്നെ കഴിക്കാൻ സമ്മതിക്കില്ല. ഐ വോണ്ട് ലെറ്റ് യു ഗോ, ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കില്ല. ഐ വോണ്ട് ലെറ്റ് യു സ്റ്റോപ്പ്, ഞാൻ നിന്നെ നിർത്താൻ സമ്മതിക്കില്ല. ഐ വോണ്ട് ലെറ്റ് യു സ്റ്റാർട്ട്, ഞാൻ നിന്നെ തുടങ്ങാൻ സമ്മതിക്കില്ല. ഐ വോണ്ട് ലെറ്റ് യു ഗോ ഏർലി, ഞാൻ നിന്നെ നേരത്തെ പോകാൻ സമ്മതിക്കില്ല. ഐ വോണ്ട് ലെറ്റ് യു കം ഏർലി, ഞാൻ നിന്നെ നേരത്തെ വരാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് അനുവദിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഐ വോണ്ട് ലെറ്റ് വെച്ചിട്ട് പറയാവുന്നതാണ് കേട്ടോ. ഐ വോണ്ട് ലെറ്റ് പ്ലസ് റൂട്ട് ഫോം ഓഫ് ദ വേർബ്, ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഡെയിലി കോൺവെർസേഷനിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നാൽ നിങ്ങൾ ഒരിക്കലും മറന്നു പോകില്ല. അപ്പോൾ ഇന്നൊരു ചെറിയ ടോപ്പിക്കായിരുന്നു. So let's wind up our class, and if you find it useful, please do like, share, comment and subscribe. See you with another video. Thank you.